കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 11 ശ്ലോകം 27 നമ്മൾ ചെയ്ത് നിർത്തി. അതിൽ എന്താണ് ആദ്യത്തെ ശ്ലോകത്തിൽ ചോദിച്ചു, അങ്ങയുടെ അഭിപ്രായം അനുസരിച്ച് ആരാണ് സജ്ജനം എന്ന് പറഞ്ഞാൽ, എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചു അല്ലേ. എന്നിട്ട് പിന്നെ പറഞ്ഞു, ഈ കഴിഞ്ഞ ഇപ്പം 27 എന്താ പറഞ്ഞ വെച്ചാൽ, അങ്ങേ ഞാനിങ്ങനെ സ്നേഹിക്കുകയും നമസ്കരിക്കുകയും ശരണാഗതി അടയും ചെയ്യുന്നുണ്ടല്ലോ ഞാനിപ്പോൾ. അങ്ങനത്തെ എനിക്ക് ഇതൊക്കെ ഒന്ന് ഉപദേശിച്ച് തന്നാലും അങ്ങ് ഞാൻ എന്താ അങ്ങോട്ട് ചോദിക്കാൻ കാരണം എന്ന് പറയുകയാണ് കേട്ടോ. ഇനി അതാണ് ഒരു ശ്ലോകം കൂടി, അത് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ ഉത്തരം കേട്ടോ, മറുപടി പറയണത്. അപ്പോൾ 28 കൂടി ഉദ്ധവൻ്റെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങേ തന്നെ ഞാൻ അങ്ങയോട് തന്നെ എനിക്കിത് പറഞ്ഞു തരാമെന്ന് പറയണം എന്നുള്ളതിന് പറയണേ. ത്വം ബ്രഹ്മ പരമം വ്യോമ പുരുഷ പ്രകൃതേഹ പര അവതീർണോസി ഭഗവൻ സ്വേച്ഛോപാത്ത പൃഥഗ്വഭൂ. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അങ്ങനെ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ, ഹേ ഭഗവാനെ പരമം ബ്രഹ്മ, അങ്ങ് പരബ്രഹ്മസ്വരൂപിയാണ്, പരബ്രഹ്മം തന്നെയാണ് ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചത്. വ്യോമ എന്ന് പറഞ്ഞാൽ എന്താ, ആകാശം പോലെ. പ്രകൃതേഹേ പര, പ്രകൃതിയേക്കാൾ ശ്രേഷ്ഠവും പ്രകൃതിക്കും അതീതവും, പ്രകൃതിക്കും പുരുഷ ശബ്ദവാച്യനുമായ പുരുഷൻ എന്നുള്ള, അതായത് ഉത്തമ പുരുഷനാണ് അല്ലേ, പുരുഷോത്തമനാണ്. ത്വം അങ്ങ് സ്വേച്ഛോപാത്ത പൃഥക് വപു, തൻ്റെ ഇഷ്ടപ്രകാരം ധരിക്കപ്പെട്ട ഈ ശരീരം, ശരിക്ക് ഒരു ലിമിറ്റും ഇല്ലാത്ത ആളാണ്. വെറുതെ കുറച്ച് ദിവസത്തേക്കൊരു ലിമിറ്റ്, ഒരു ശരീരത്തിൻ്റെ ഉള്ളിലൊരു ലിമിറ്റേഷനോട് കൂടി ബ്രഹ്മം തന്നെ അവതരിച്ചതാണല്ലോ. അവതരിച്ചിരിക്കുന്നു അസി. എന്താ അങ്ങോട്ട് ചോദിക്കാൻ കാരണം വെച്ചാൽ, അങ്ങ് പ്രകൃതിക്ക് അതീതനും പൂർണ്ണനും അല്ലേ, പൂർണ്ണനാണ്. ആകാശം പോലെ എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നവനും, അവനവന് വേണമെന്ന് തോന്നിയിട്ട് സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് സ്വീകരിച്ച് ഈ കൃഷ്ണരൂപം എടുത്ത് അവതരിച്ചവനും ആയ ശരിക്ക് പരബ്രഹ്മം തന്നെയാണ് അങ്ങ്. അപ്പം അങ്ങോട്ട് ചോദിക്കുന്ന പോലെ എനിക്ക് ആരോട് ചോദിച്ചാലും നല്ലൊരു ഉത്തരം കിട്ടില്ല. എല്ലാവർക്കും പറഞ്ഞു തരാൻ പറ്റിയവർക്ക് പോലും പിന്നെ ഒന്ന് സംശയം തീർക്കണമെങ്കിൽ അങ്ങേ ഉള്ളൂ. അതാണ്, അങ്ങ് പരബ്രഹ്മം തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ച ഒരു ശരീരം ആണ് ഈ കൃഷ്ണരൂപം. അപ്പോൾ അങ്ങ് ശരിക്ക് പറയാച്ചാൽ ഈ ഒരു ശരീരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അങ്ങ് പ്രകൃതിക്കും പുരുഷനും ഒക്കെ അതീതനായിട്ടുള്ള പുരുഷോത്തമനാണ്, പൂർണ്ണനാണ്, ആകാശം പോലെ സർവവ്യാപിയാണ്. ഈ ദേഹത്തിൻ്റെ ഉള്ളിൽ ഇഷ്ടപ്രകാരം ഇരിക്കുന്നുണ്ടെങ്കിലും അങ്ങ് പരബ്രഹ്മം തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കണമെന്ന്. അതുകൊണ്ടാണ് അങ്ങ് തന്നെ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി ഭഗവാന്റെ ഉത്തരമാണ് കേട്ടോ. ത്വം ബ്രഹ്മ പരമം വ്യോമ പുരുഷ പ്രകൃതേ പര അവതീർണോസി ഭഗവൻ സ്വേച്ഛോപാത്ത പൃഥക് വപുഃ. ഇനി ശ്രീ ഭഗവാൻ ഉവാച 29. കൃപാലുരകൃതദ്രോഹ സ്ഥിതിക്ഷു സർവദേഹിനാം സത്യസാരോനവദ്യാത്മാ സമഃ സർവോപകാരക. എന്താണ് ഭഗവാൻ പറയണമെന്ന് വെച്ചാൽ 29 എന്ത് പറയണം നോക്കാട്ടോ നമുക്ക്. 29 കൃപാലുഹു എന്ന് പറഞ്ഞാൽ എന്താ, കൃപാലുഹു സർവദേഹിനാം അകൃതദ്രോഹ, അതായത് എങ്ങനെയാണ് സജ്ജനങ്ങളെന്ന് പറയുകയാണ്. അകൃതദ്രോഹ തിദിക്ഷുഹു, അതായത് മറ്റുള്ളവരുടെ ദുഃഖം അല്ലെങ്കിൽ അവർക്ക് ഉപദ്രവം ആവണത് കാണുവാൻ കഴിയാത്തവനും, സത്യസാരഹ അനവദ്യാത്മഹ സമ സർവോപകാരക, ഒരു പ്രാണിയും ഹിംസിക്കാത്തവനും, പിന്നെ തിദിക്ഷ നല്ല ടോളറൻസ് സഹനശക്തിയും, പിന്നെയോ സത്യസാര നല്ല ബലത്തോടു കൂടിയവനും, പിന്നെയോ
അസൂയ അങ്ങനത്തെ പിന്നെ വേണ്ടാത്ത നെഗറ്റീവായിട്ടുള്ള ഒരു ഗുണങ്ങളില്ലാത്തവനും, പിന്നെയോ പിന്നെ തിദിക്ഷണ്ട പറഞ്ഞല്ലോ, തിദിക്ഷ എല്ലാറ്റിനെയും ഒരുപോലെ കാണുന്നവനും, എല്ലാവർക്കും ഉപകാരം, സർവോപകാരക, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവനും ആകുന്നു. സജ്ജനങ്ങൾ എങ്ങനെയാണ്, സജ്ജനങ്ങളുടെ ലക്ഷണമാണ് പറയണത്. എന്താണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചാൽ, വളരെ കൃപാലു, എല്ലാവരോടും നല്ല കാരുണ്യം, പിന്നെയോ ബാക്കിയുള്ളവരെ ഒരിക്കലും ഹിംസിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാത്തവനും, കാരുണ്യമുള്ളവനും, സകലരുടെ ബാക്കിയുള്ളവരെ ദ്രോഹിക്കില്ല എന്ന് മാത്രമല്ല, അവരിങ്ങോട്ട് ദ്രോഹിച്ചാൽ അതിനെ പരാതിയില്ലാതെ സഹിക്കുന്നവനും, അതാണ് തിദിക്ഷ. പിന്നെയോ നല്ല സത്യമുള്ളവനും, എല്ലാവരെയും സമഭാവനയോടെ കാണുന്നവനും, സർവർക്കും ഉപകാരം ചെയ്യുന്നവനും, അതാണ് ഇതിൽ പറഞ്ഞത്. അത്രയും പറഞ്ഞിട്ടുള്ളൂ. ഈ സജ്ജനങ്ങളുടെ ലക്ഷണങ്ങളിൽ ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, അന്യരുടെ ദുഃഖം കാണുമ്പോൾ വളരെ ദയയോട് കൂടി, അതാണ് കൃപാലു പറഞ്ഞത്. ബാക്കിയുള്ളവരുടെ ദുഃഖം കണ്ടാൽ വിഷമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കൃപാലു പറഞ്ഞ ബാക്കിയുള്ളവരുടെ ദുഃഖം കാണൂല, അത്ര അലിവ്. പിന്നെയോ സർവ്വദേഹിന, അതായത് എല്ലാ പ്രാണികൾക്കുള്ളിലും അതായത് ഒരിക്കലും ആരെയും ഹിംസിക്കാനോ, അകൃതദ്രോഹ ഒരിക്കലും ഹിംസിക്കില്ല. പിന്നെ തിദിക്ഷ, പിന്നെയോ സത്യം ബലമായുള്ളവനും, അനവദ്യാത്മാച്ച, അതാണ് അസൂയ, ഇതില്ലേ കാമക്രോധ മത മോഹ ലോഭ മാത്സര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ളൊരു ഗുണങ്ങളും ഇല്ല, അനവദ്യാത്മാണ്. അതാണ് ഇതിൽ പറഞ്ഞത്. അങ്ങനെയുള്ളവനാണ്. അതായത് അങ്ങനെ നമുക്ക് പറയാം. എന്തായത് ബാക്കിയുള്ളവരൊക്കെ ദുഃഖം കണ്ടാൽ മനസ്സലിയുന്നവനും, ആരെയും ദ്രോഹിക്കാത്തവനും, ആരെങ്കിലും ഇങ്ങോട്ട് ദ്രോഹിച്ചാലും അത് പരാതിയില്ലാതെ സഹിക്കുന്നവനും, സത്യബലത്തോടു കൂടിയവനും, പിന്നെ അസൂയ മുതലായിട്ടുള്ള ഗുണങ്ങൾ ഇല്ലാത്തവനും, എല്ലാ സമഭാവനയോടുകൂടി സുഖത്തിനെയും ദുഃഖത്തിനെയും വീക്ഷിക്കുന്നവനും, എല്ലാവർക്കും അവനവൻ്റെ കഴിവിനനുസരിച്ച് ഉപകാരം ചെയ്യുന്നവനുമാണ് സജ്ജനം. ഇത് കുറച്ച് ലക്ഷണം ഇനിയും പറയുന്നുണ്ട് കേട്ടോ. ഇനിയും ലക്ഷണങ്ങളുണ്ട്. ശ്രീ ഭഗവാൻ ഉവാച കൃപാലുരകൃതദ്രോഹസ്ഥിതിക്ഷു സർവദേഹിനം സത്യസാരോനവദ്യാത്മാ സമ സർവോപകാരക. സമഭാവനയുണ്ട്, എല്ലാവർക്കും ഉപകാരം ചെയ്യും പറ്റുന്നത്രേ. കാമൈരഹതധീർദാന്തോ മൃദു ശുചിരകിഞ്ചന അനീഹോ മിതഭുക് ശാന്ത സ്ഥിരോ മച്ഛരണോ മുനിഹി. ഇനി എന്താ പറയണ വെച്ചാൽ, കാമൈഹി അതായത് കാമൈഹി അഹതധി എന്ന് പറഞ്ഞാൽ എന്താ, ആഗ്രഹങ്ങളെ കൊണ്ട് ബുദ്ധിക്ക് ക്ഷോഭം ഉണ്ടാകാത്തവനും, ഭയങ്കര ആഗ്രഹമായിട്ട് അത് വേണം വെച്ചിട്ട് ബുദ്ധി എപ്പോഴും ഇങ്ങനെ ഒരു മനസ്സിനൊരു സമാധാനം ഇല്ലാതെ ആഗ്രഹങ്ങൾ നിറവേറ്റാങ്ങിട്ടേ അതങ്ങനെയുള്ളതാണ്. കാമൈഹി അഹതധി, അതായത് ആഗ്രഹം കൊണ്ട് മനസ്സിന് അല്ലെങ്കിൽ ബുദ്ധിക്ക് ക്ഷോഭം ഇല്ലാത്തവനും സജ്ജനം. പിന്നെയോ ദാന്തഹ ചാലോ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും, മൃദു വളരെ സോഫ്റ്റ് ഹാർട്ട് ഉള്ള ആൾ, ഒട്ടും കഠിനഹൃദയനല്ലാത്തവനും, ശുചി നല്ല ശുചിച്ചാൽ ശുചിരകിഞ്ചന എന്ന് പറഞ്ഞാൽ നല്ല പരിശുദ്ധനും, ഒന്നിലും ആഗ്രഹമില്ലാത്തവനും, അനീഹ അതായത് ചീത്ത കർമ്മങ്ങളിൽ ഏർപ്പെടാത്തവനും, മിതഭുക് ആവശ്യത്തിന് മിതമായിട്ട് മാത്രം ആഹാരം കഴിക്കുന്നവനും, ശാന്ത ശാന്തനും ശാന്ത സ്വഭാവം, സ്ഥിത അതായത് സ്വന്തം ധർമ്മം ആചരിക്കുന്നവനും, അല്ല സ്ഥിര എന്നാണ് കേട്ടോ, സ്ഥിരോ മത്സരണോ മുനി എന്നല്ലേ, സ്ഥിര സ്വന്തം ധർമ്മത്തിൽ നല്ല സ്ഥിരത ഉള്ള ആളും, മച്ചരണ എന്നെ തന്നെ ആശ്രയിക്കുന്നവനും,
മുനി മനനശീലനും. അതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത്. ഈ ഒരു ഇതിൽ എന്താ പറഞ്ഞത് വെച്ചാൽ പിന്നെ മറ്റേ സർവോപകാരം എന്നല്ലേ നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇനി ഇതിൽ പറഞ്ഞ അകാമഹതനും, അകാമഹതൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളാൽ മനസ്സ് ശോഭിക്കാത്തവനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനും നല്ല പിന്നെ വളരെ ലോല ഹൃദയത്തോടു കൂടിയവനും പരിശുദ്ധനും നിഷ്കിഞ്ചനും, അതായത് ഒന്നും എൻ്റേതാണെന്ന് വിചാരിച്ച് എല്ലാം ഒരുക്കു കൂട്ടി അങ്ങനത്തെ ആളല്ല, വളരെ ശാന്തനും സ്ഥിരം എന്ന് പറഞ്ഞാൽ നല്ല സ്ഥിരതയോട് കൂടിയവനും, അതായത് എന്താ ഈ ഇങ്ങനെ കണ്ണി കണ്ട എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അങ്ങനെയല്ലാന്ന്, നല്ല സ്ഥിരതയുണ്ട്. പിന്നെ മിതാഹാരിയും മനനശീലനും, അത്രയും പറഞ്ഞു. മനനശീലനും ആണെന്ന്. അതായത് സജ്ജനത്തിൻ്റെ വേറെ കുറേ ഇതാണ്. സജ്ജനങ്ങൾ ആഗ്രഹങ്ങളെ കൊണ്ട് ക്ഷുഭിതനാവാത്തവനും ഇന്ദ്രിയ നിയന്ത്രണമുള്ളവനും മൃദുല ചിത്തനും പരിശുദ്ധനും ഒന്നിലും അത്യാസക്തിയില്ലാത്തവനും പിന്നെ ഫലം ഇച്ഛിച്ച് ഇങ്ങനെ കർമ്മം ചെയ്യാത്തവനും മിതമായി ആഹാരം കഴിക്കുന്നവനും ശാന്തനും സ്വധർമാനുഷ്ഠാനത്തിൽ ശ്രദ്ധയുള്ളവനും എന്നെ ശരണം പ്രാപിക്കുന്നവനുമായിട്ടുള്ള, അതായത് എപ്പോഴും മുനി മനനം എന്നെ തത്വങ്ങളെ, ഞാൻ പറയുന്ന തത്വങ്ങളെ മനനം ചെയ്യുന്നവനും ആണ്. വേറെ കുറേ ലക്ഷണങ്ങൾ. ഇനി അടുത്തേക്ക് പോവാം. കാമൈരഹതധീർദാന്തോ മൃദു ശുചിരകിഞ്ചന അനീഹോ മിതഭുക് ശാന്ത സ്ഥിരോ മച്ഛരണോ മുനിഹി. അവന് എൻ്റെ ചരണങ്ങളെ ആശ്രയിച്ചവനുമാണ്, മനനം ചെയ്യുന്നവനുമാണ്. ഇനി 31. അപ്രമത്തോ ഗഭീരാത്മാ ധൃതിമാൻ ജിത ഷഡ്ഗുണ അമാനിമാനദ കൽപ്പോ മൈത്ര കാരുണിക കവിഹി. ഇനി സാധു അപ്രമത്താതിരൂപശ്ച അപ്രമത്വ, അതായത് പിന്നെ അപ്രമത്തൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഭ്രാന്തനാൽ നമ്മളങ്ങനെ പറയുമല്ലോ, പ്രമാദം ഇല്ലാത്തവനും, അതായത് ഒരു ഇളക്കം ചാഞ്ചല്യമില്ലാത്തവനും നല്ല ജാഗ്രതയായിട്ടെല്ലാം അങ്ങനെയുള്ള ആൾ അപ്രമത്തൻ. ഗഭീരാത്മ, അതായത് നല്ല മനസ്സിനൊരു വികാരമില്ല, നിർവികാരനും. ധൃതിമാൻ, ചാലോ അപകടത്തിലും മനസ്സ് ക്ഷോഭിക്കാത്തവനും. ജിത ഷഡ്ഗുണ, 6 ഗുണങ്ങളെ, അതായത് വിശപ്പ്, ദാഹം, ദുഃഖം, മോഹം, ജര, മരണം, ഈ 6 ദുഃഖങ്ങൾ ഇല്ലാത്തവനും. ജിത ഷഡ്ഗുണ. അമാനി, അതായത് അന്യന്മാർ ബഹുമാനിക്കണം എന്നെ എന്നുള്ള ആഗ്രഹമില്ലാത്തവനും. അഭിമാനമില്ലാത്തതെന്നർത്ഥം. വലിയ അഭിമാനമാണ്, ഞാൻ വലിയ ആളാണ്, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, അങ്ങനെ ഇല്ല. മാനത, എന്നാൽ അങ്ങട് ബാക്കിയുള്ളവരെ അവനവനെ ബഹുമാനിക്കണമെന്നില്ല, അങ്ങട് ബാക്കിയുള്ളവരെ ബഹുമാനിക്കുകയും ചെയ്യും. മാനദ കൽപ്പഹ, അതായത് അന്യർക്ക് ഉപദേശം ഒക്കെ നൽകാൻ നല്ല സമർത്ഥൻ, അങ്ങനെയുള്ള ആളും. മൈത്രഹ, നല്ല മൈത്രീഭാവമുള്ളവനും. കാരുണിക, എന്താ, കാരുണ്യമുള്ളവനും. കരുണ കൊണ്ട് മാത്രം, അല്ലാതെ എന്നും ആഗ്രഹിച്ചിട്ടല്ല ചെയ്യണത്, കാരുണ്യം കൊണ്ട് ചെയ്യുക. കവിഹി, ബുദ്ധിമാനും ആണ്. ആയിരിക്കും ഒരു സജ്ജനം. കവി മീൻസ് അറിവുള്ള ആളെ, വിവേകി എന്നൊക്കെ പറയാം. അപ്പോൾ സജ്ജനങ്ങൾ എങ്ങനെയാണ്? അപ്രമത്തനാണ്, അതായത് ചഞ്ചലമായിട്ടുള്ള മനശ്ചാഞ്ചല്യമില്ലാത്തവന്, പ്രമാദമില്ലാത്തവനും. പിന്നെയോ ഗഭീരാത്മ, വികാരത്തള്ളിച്ച ഇല്ലാത്തവനും. പിന്നെയോ പിന്നെ എന്താ പറയുക, ഒന്നിനും മനസ്സ് ക്ഷോഭിക്കാത്തവനും. ധൃതിമാൻ, അതാണ് പറഞ്ഞത് അല്ലേ. പിന്നെയോ വിശപ്പദാഹം, ദുഃഖം, മോഹം, ജര, മരണം, ഇതിനെയൊക്കെ ജയിച്ചവനും. പിന്നെയോ അഭിമാനി, എന്നെ എല്ലാവരും അഭിമാനിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ അഹങ്കാരമില്ലാത്തവനും. മറ്റുള്ളവരെ മാനിക്കുന്നവനും അല്ലേ. പിന്നെയോ അവനവൻ്റെ കഴിവ് ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ സന്തോഷമുള്ളവനും.
മൈത്രിഭാവമുള്ളവനും, അതായത് ആരെയും ചതിക്കില്ല, എല്ലാവരോടും മൈത്രിഭാവമാണ്, സുഹൃത് ഭാവത്തോടു കൂടിയവനും, പിന്നെ ഒന്നും ഫലം കാക്ഷിച്ചിട്ടല്ലെങ്കിലും ചെയ്യുന്നതൊക്കെ കാരുണ്യം കൊണ്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾ സജ്ജനാണ് എന്നാണ്. അങ്ങനെയുള്ള ആളെ ഒരു സജ്ജനായിട്ട് നമുക്ക് കരുതാം എന്നാണ് ഇതിൽ പറഞ്ഞത്. അതാണ് ഇതിൽ പറയുന്നത്. എന്താണ്? പ്രമാദമില്ലാത്തവനും നല്ല നിർവികാരനും ധീരനും അമാനി പറഞ്ഞ അഭിമാനം, അതായത് ദുരഭിമാനമൊന്നുമില്ലാത്തവനും ബാക്കിയുള്ളവരെ ബഹുമാനിക്കുന്നവനും സർവ്വഭൂതങ്ങളോട് മൈത്രി ഉള്ളവനും നല്ല കരുണ ഉള്ളവനും ക്രാന്തദർശി നല്ല ബുദ്ധിയുള്ള ആളും പിന്നെ ഈ വിശപ്പ്, ദാഹം, ദുഃഖം അങ്ങനെ 6 ഷഡ്ഭാവങ്ങളെ ജയിച്ചവനും അതായത് ക്ഷുത് പിപാസ ശോക മോഹ ജരാമരണം എന്ന് ഒന്നിച്ച് പറയുന്നുണ്ട് ഒന്നിൽ. ക്ഷുത് പിപാസ ശോകമോഹ ജരാമരണത്തിനെ ജയിച്ചവനും ആയിട്ടുള്ള ആളായിരിക്കും സജ്ജനം എന്ന്. ഇനി 4 ഒന്നിലും കൂടി ഉണ്ട് കേട്ടോ. തന്നെ അപ്രമത്തോ ഗഭീരാത്മാ ധൃതിമാൻ ശിതഷഡ്ഗുണ അമാനീ മാനദ കൽപ്പോ മൈത്രക്കാരുണിക കവി. ഇങ്ങനത്തെ സജ്ജനം ശരിക്കും ജ്ഞാനി തന്നെയാണെന്ന് പറയണം അല്ലേ. ആജ്ഞായൈവം ഗുണാൻ ദോഷാൻ മയാദിഷ്ടാൻ അഭിസ്വകാൻ ധർമാൻ സന്ധിഞ്ച്യ യഃ സർവാൻ മാം ഭജേത സസത്തമ. പിന്നെന്താ? യഹ ഗുണാൻ, ഏതൊരു വ്യക്തി യഹ ഗുണാൻ, ഏത് വ്യക്തിയാണ് ധർമ്മം അനുഷ്ഠിച്ചു കൊണ്ടുണ്ടാകുന്ന ധർമ്മം വേണ്ട പോലെ അനുഷ്ഠിക്കുന്നുണ്ടാകുമ്പോൾ ചിത്തശുദ്ധി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തി ദോഷാൻ, അതായത് അധർമ്മത്താൽ ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങളെയും ആജ്ഞായ അറിഞ്ഞ്, അതായത് പിന്നെ അധർമ്മം ചെയ്യരുത്, ധർമ്മം മാത്രമേ ചെയ്യാവൂ എന്നുള്ളതൊക്കെ നല്ലോണം അറിഞ്ഞിട്ട് അധർമ്മം ചെയ്താൽ എൻ്റെ ആത്മീയ പുരോഗതിക്ക് തടസ്സമാണെന്ന് അറിഞ്ഞിട്ട് എന്നിലുള്ള ഭക്തി കൊണ്ട് എല്ലാം സാധിക്കും എന്നുള്ള ദൃഢനിശ്ചയമുള്ള ആളാണ് കേട്ടോ. അതാണ് ആജ്ഞായ, അറിഞ്ഞും കൊണ്ട് പിന്നെ ഭഗവാനെ മാത്രമേ ആശ്രയിക്കുള്ളൂ, അങ്ങനെയുള്ള ആൾ. മയ ആദിഷ്ടാൻ അഭി, എന്നാൽ ഉപേക്ഷിക്കപ്പെട്ട ആയിട്ട് ഇരുന്നാലും ഞാൻ ഉപേക്ഷിച്ചു എന്ന് ചില സമയത്ത് തോന്നിയാൽ പോലും സർവാൻ സ്വകാൻ ധർമാൻ, എല്ലാ സ്വധർമ്മങ്ങളെയും സന്ധിഞ്ച്യ ഒട്ടാകെ വിട്ടുകളഞ്ഞിട്ട് മാം ഭജേത, എന്നെ സേവിക്കുന്നുവോ സഹ ഏവം സത്തമഹ, അതാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സാധു എന്നാണ് പറഞ്ഞത്. എന്താണ് അപ്പം ഇതിൽ പറയണ വെച്ചാൽ, ഈ പിന്നെ എന്താണ്, ഞാൻ തന്നെ വേദങ്ങളിൽ, അതായത് വേദത്തിൽ പറഞ്ഞിട്ടുള്ള പോലത്തെ ധർമ്മത്തിനെയും അധർമ്മങ്ങളെയും ഗുണങ്ങളെയും ദോഷങ്ങളെയും വേണ്ട പോലെ അറിഞ്ഞതിന് ശേഷം, അതായത് എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്ന് നല്ലോണം അറിഞ്ഞതിന് ശേഷം കുറേ കാലം സർവ്വധർമ്മങ്ങളെ അവനവൻ്റെ സ്വധർമ്മങ്ങളെ അനുഷ്ഠിച്ച ചിത്തശുദ്ധിയൊക്കെ വന്നിട്ട് നല്ല പിന്നെ എന്താണ് നല്ലതായിട്ട് ചിത്തശുദ്ധി വന്നിട്ട് വൈരാഗ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സർവ്വധർമ്മങ്ങളെയും വെടിഞ്ഞ് എന്നെ ഭജിക്കും അയാൾ, ആ ഒരു സാധകൻ. ഭജിക്കുന്നവനും ആരോ അവനാണ് ആ സാധുവിൽ ഏറ്റവും ഉത്തമൻ. അതാണ് പറഞ്ഞത്. ഈ ഒരു ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത് വെച്ചാൽ, അത് പതുക്കെ ഉണ്ടാവണ, പതുക്കെ പിന്നെ ഇവോൾവ് ചെയ്യുള്ളൂ, അങ്ങനെ വിട്ടില്ലേ. അതായത് സ്വധർമാചരണത്തിലുള്ള പിന്നെ ഗുണം എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അതിനെ കുറേ കാലം സ്വധർമ്മം അനുഷ്ഠിച്ച് ഇനി സ്വധർമ്മം അധർമ്മിയായാലത്തെ ദോഷങ്ങൾ എന്താണെന്നും സ്വധർമ്മം അനുഷ്ഠിച്ചാലത്തെ ഗുണങ്ങൾ എന്താണെന്നും നല്ലോണം അറിഞ്ഞിട്ട്, വേദത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെയൊക്കെ വേണ്ട പോലെ പിന്നെ അനുഷ്ഠിച്ചിട്ട് ഭക്തി കൊണ്ട് ഭഗവാനെ ആശ്രയിക്കുക മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് ബോധ്യമായതിന് ശേഷം എല്ലാ ധർമ്മങ്ങളെയും വിട്ടിട്ട് എന്നെ സർവാത്മന ആരാണ് ശരണം പ്രാപിക്കുന്നത്, ആ ആളാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ള പിന്നെ പുണ്യാത്മാവ്. അതാണെന്ന്. അതായത് അജ്ഞാനം കൊണ്ടോ
ഈശ്വരനെ വിശ്വാസമില്ലാത്തത് കൊണ്ടോ അല്ല നമ്മൾ സർവധർമ്മങ്ങളെയും ത്യജിക്കേണ്ടത്. എല്ലാം അറിഞ്ഞതിന് ശേഷം ഈ ധർമ്മങ്ങൾ, സ്വന്തം ധർമ്മങ്ങളും കൂടി വിട്ട് ഞാൻ ഈശ്വരനെ ആശ്രയിക്കുകയാണ് ഏറ്റവും അവസാനത്തെ ഒരു അതുപോലെ വലുതായിട്ടൊരു ധർമ്മം ഇല്ലയെന്ന്. ഭാഗവത ധർമ്മം പോലൊരു ധർമ്മം. ആദ്യം സ്വധർമ്മമൊക്കെ അനുഷ്ഠിച്ച്, സ്വധർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിലത്തെ പിന്നെ ദോഷങ്ങളെ അറിഞ്ഞ്, അധർമ്മിയായാലത്തെ ദോഷങ്ങളെ അറിഞ്ഞ്, ഒന്നും അറിയാതെയല്ല, അജ്ഞാനം കൊണ്ടല്ല സർവധർമ്മങ്ങളെ ഉപേക്ഷിക്കണം. അറിഞ്ഞതിന് ശേഷം സർവധർമ്മങ്ങളെയും ഞാൻ ത്യജിച്ച് ഭഗവാനെ ആശ്രയിക്കുക മാത്രമേ വേണ്ടൂ എന്ന് നല്ലോണം അറിഞ്ഞതിന് ശേഷം ചെയ്യണതാണ്. അല്ലാണ്ട് അജ്ഞാനം കൊണ്ടോ നിരീശ്വരവാദിയായിട്ടോ അല്ല സർവധർമ്മങ്ങളെ ഉപേക്ഷിക്കേണ്ടതാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അതല്ലേ അത് പറയേണ്ടത്. എപ്പോഴാച്ചാൽ അറിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. സർവവും വിട്ടിട്ട് ഭഗവാന്റെ പാദകമലങ്ങളെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ശരിക്കും അറിഞ്ഞിട്ട് ഒരാൾ സർവധർമ്മങ്ങളെയും പരിധിച്ചിട്ട് ഭഗവാനെ പ്രാപിക്കണം. അല്ലെങ്കിൽ എന്താ അറിയോ, ആ വളരെ നൈമിഷികവും ആ ഒരു ഭഗവാനെ ആശ്രയിക്കണം എന്നുള്ള ആ ഒരു ഭക്തി തീവ്രമാവില്ല. അതും നൈമിഷികവും. കുറച്ച് കഴിഞ്ഞാൽ അത് അറിയാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ, അറിഞ്ഞ് ചെയ്താൽ ഒരിക്കലും അതിന് തിരിച്ചു വരില്ല. അറിയാതെ ചെയ്യുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ആ ഒരു സഡൻ ഇമ്പൾസിൽ എല്ലാം വിട്ട് ഞാൻ ഭഗവാനെ ആശ്രയിക്കുകയാണെന്ന് പറയും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഭഗവാനെയും വിട്ട് ആദ്യം ഈ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെയല്ല വേണ്ടെന്ന് ഭഗവാൻ പറയുകയാണ്. എല്ലാം ഭഗവാനെ ആശ്രയിക്കും, എല്ലാ ധർമ്മവും വിട്ട് ഭഗവാനെ ആശ്രയിക്കുകയാണ് ഏറ്റവും ഉത്തമം എന്ന് അറിഞ്ഞതിന് ശേഷമാണ് സർവധർമ്മങ്ങളെയും പേരിച്ച് ഭഗവാനെ പ്രാപിക്കേണ്ടത്. അല്ലെങ്കിൽ ആ ഭക്തിയുടെ തീവ്രതയ്ക്ക് പിന്നെ ചിലപ്പോൾ കുറവ് വരും. എന്നിട്ട് അതിന്ന് നമ്മൾക്ക് അതിന്ന് അധപ്പതനം ഉണ്ടാവാം. അതാണ്. അതുകൊണ്ട് അങ്ങനെ ശരിക്കും അറിഞ്ഞിട്ടേ സർവധർമ്മങ്ങളും പരിത്യജിച്ച് ഭഗവാനെ പ്രാപിക്കാവൂ. അറിയാതെ ചെയ്താലും ഈ നിരീശ്വരവാദിയായിട്ട് ചെയ്താലും ഒക്കെ എന്താ കാര്യം വെച്ചാൽ, ഓഫ് കോഴ്സ് നിരീശ്വരവാദി എല്ലാ ധർമ്മങ്ങളും ത്യജിച്ചിട്ട് അധർമ്മിയായി പോവും. ഇനിയിപ്പോൾ അറിയാത്തവനാണെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് ദിവസം അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ആ ഭക്തിമാർഗത്തിൽ പുരോഗമിക്കാൻ പറ്റാത്ത, അതിന് വിരുദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചിലപ്പോൾ ചെയ്തു എന്ന് വരാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അറിഞ്ഞുകൊണ്ട് സർവധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് ഏതൊരാളാണ് എന്നെ സർവാത്മനെ ആശ്രയിക്കുന്നത് അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സജ്ജനം എന്ന് പറഞ്ഞു. ആജ്ഞായൈവം ഗുണാൻ ദോഷാൻ മയാദിഷ്ടാൻ അഭിസ്വകാൻ ധർമാൻ സന്ധിഞ്ജയ സർവാൻ മാം ഭജേത സത്തമഃ. 33 ജ്ഞാത്വാ അജ്ഞാത്വാഥയേ വൈ മാം യാവാൻ യശ്ചാസ്മി യാദൃശ ഭജന്ത്യനന്യഭാവേന തേ മേ ഭക്തതമാ മതാഃ. എന്താ പറയുക, അസ്മി ഞാൻ ഏത് വിധമായ യോഗ്യതയോടു കൂടിയവനാണ്, യഹ ച ഏവൻ സർവാത്മാ യാദൃശ എന്തു ഗുണമുള്ളവൻ, മാം എന്നെ എന്ന് ഏതാൾക്കാരാണ്, ജ്ഞാത്വാ അജ്ഞാത്വാ അഥ ജ്ഞാത്വാ അഥ തന്നെയാണ്. ശാസ്ത്രങ്ങളാലും ഗുരുവിൻ്റെ ഉപദേശത്താലും അറിഞ്ഞ് അനസ്യ ഭാവേന ഏകാന്ത ഭക്തിയോടെ ഭജിക്കുന്നുവോ തേ അവർ ഭക്തതമാഹ ഉത്തമ ഭക്തന്മാർ മേ മത. അതാണ് എൻ്റെ അഭിപ്രായം എന്ന്. എന്താണ് അപ്പോൾ ഇതിൽ കുറച്ചൊരു ഇതാണ് കേട്ടോ. എന്താ പറയുക, ജ്ഞാത്വ അജ്ഞാത്വ യാവാൻ യശ്ച യാദൃശ ജ്ഞാത്വ അജ്ഞാത്വ യേ മാം അനന്യഭാവേന ഭജന്തി തേ ഭക്തതമാഹ മേ മത എന്നാണ്. അതായത് ഞാൻ ദേശത്തിനും കാലത്തിനും അതീതനും സർവാത്മാവും എന്നോ സച്ചിദാനന്ദം തന്നെ രൂപം പൂണ്ടതാണ് ഞാനെന്ന് അറിഞ്ഞോ അറിയാതെയോ ആരാണ് എന്നെ അനന്യഭക്തിയോട് ഭജിക്കുന്നത്
അവരാണ് ഏറ്റവും ശ്രേഷ്ഠരായ സജ്ജനങ്ങൾ എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ്. ഇത് രണ്ട് നിലയ്ക്ക് ഞാൻ കണ്ടു. ഒന്ന് ജ്ഞാത്വ എന്ന്, രണ്ടും അജ്ഞാത്വ എന്നല്ലാതെ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിലും അറിഞ്ഞ് അങ്ങനെ ഞാൻ ഭാവാന്ന്. അതായത് രണ്ട് തരത്തിലും പറയുന്നുണ്ട്. ഞാൻ ഒരു വ്യാഖ്യാനത്തിൽ കണ്ടു, എന്താ അറിയോ, എൻ്റെ രൂപം, ഭാവം, പ്രഭാവം ഇതിനെയൊക്കെ പറ്റിയിട്ട്, അതായത് ഞാൻ ആരാന്ന്, അതായത് ഭഗവാൻ ആരാണ്, പരബ്രഹ്മം തന്നെയാണ്, സർവവ്യാപിയാണ്, സർവജ്ഞനാണ്, സർവനിയന്താവാണെന്ന് എന്നൊക്കെ അറിഞ്ഞോ അറിയാതെയോ ആയാലും വേണ്ടില്ല, ഏകാന്ത ഭക്തിയോടെ എന്നെ ആരാണ് ഭജിക്കുന്നവർ അവനാണ് ഭക്തോത്തമൻ എന്ന് പറയാം ഒന്നുകിൽ. അല്ലെങ്കിൽ എന്ത് പറയാം, എന്നെ അറിഞ്ഞ്, അതായത് ശാസ്ത്രങ്ങളിൽ നിന്ന് പഠിച്ചറിയുക, അത് കഴിഞ്ഞ് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗുരുവിനെ കണ്ടുമുട്ടുമ്പോൾ ഗുരുവിൽ നിന്നും പഠിച്ചിട്ടും അറിയുക. അങ്ങനെയും പറയാം. ജ്ഞാത്വ 2 പ്രാവശ്യം ജ്ഞാത്വ, അറിഞ്ഞിട്ട് ഏകാന്ത ഭക്തിയോടെ എന്നെ ആരെ ഭജിക്കുന്നവർ എന്നാവാം. പക്ഷേ ജ്ഞാത്വ അജ്ഞാത്വ എന്നും ആവാം. ഇപ്പം ഈ എന്താ വെച്ചാൽ അധികം വ്യാഖ്യാനങ്ങളിൽ ഞാൻ കണ്ടത് ജ്ഞാത്വ അജ്ഞാത്വ എന്നാണ്. അതായത് അറിഞ്ഞോ, ഭഗവാന്റെ മഹത്വം മുഴുവനും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഭഗവാനെ സർവാത്മനാ ഭജിക്കുക മാത്രമേ വേണ്ടൂ എന്ന്. അതാണല്ലോ കുറച്ചും കൂടി നമുക്ക് ശരിയായിട്ട് തോന്നുക. ഭഗവാനെ പിന്നെ ശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കി, അത് കഴിഞ്ഞ് ഒരു ഗുരുപദേശം കൊണ്ട് കുറച്ചും കൂടി മനസ്സിലാക്കി ഭഗവാനെ സർവാത്മന ആശ്രയിക്കുന്ന ആളും ചീത്തയെന്നല്ല. പക്ഷേ അറിഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ ഗോപികമാരൊക്കെ പോലെ ഭഗവാന്റെ മഹത്വം മുഴുവൻ അറിഞ്ഞിട്ടൊന്നുമല്ല, അറിയാതെ തന്നെയാണ് ഗോപികമാർക്ക് പക്ഷേ നിർവ്യാജമായിട്ടുള്ള ഭക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുക്കുകയാണ് നല്ലതെന്നാണ് എനിക്കും തോന്നണത്. രണ്ടും കണ്ടു. പക്ഷേ നമുക്ക് ഇങ്ങനെ എടുക്കാൻ തൽക്കാലം, അതായത് ഭഗവാന്റെ പ്രഭാവവും പിന്നെ എന്താണ് ഭഗവാന്റെ ആ സർവവ്യാപിത്വവും സർവജ്ഞത്വവും സർവാന്തര്യാമിത്വം എല്ലാം അറിഞ്ഞോ അറിയാതെയോ ആയാലും വേണ്ടില്ല, ആരാണ് ഏകാന്ത ഭക്തിയോടെ എന്നെ ഭജിക്കുന്നത് അവനാണ് ഏറ്റവും ഭക്തോത്തമൻ. അങ്ങനെ പറയാം. അതാണ് എല്ലാവരെയും പെടുമല്ലോ അല്ലേ. അറിവ് വേണമെന്നൊന്നുമില്ലല്ലോ. അറിവ് ഭക്തി തന്നെ പ്രധാനം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ പല വ്യാഖ്യാനത്തിൽ, പക്ഷെ ഒരെണ്ണത്തിലല്ല അല്ലെങ്കിൽ കണ്ടു. ഭ്രാന്തരയിൽ അങ്ങനെ അല്ലാണ്ടാണ് കണ്ട, അറിഞ്ഞെന്നാണ്. അതായത് പിന്നെ ജ്ഞാത്വ അതായത് കുറേശ്ശെ അറിഞ്ഞ് ഇവോൾവ് ചെയ്ത് അങ്ങനെയും ഞാൻ കണ്ടുപോകുന്നില്ല. അപ്പം ഇമ്രാന്തിരയിൽ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 33 കഴിഞ്ഞ് ഇവിടെ നിർത്താം. സമയമായി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.